നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ധന്യനാം മുനി വരുണാന്തികെ ചെന്നു വേഗം തുരങ്കങ്ങളെ വാങ്ങിക്കൊണ്ടുപോയി ഭൂപതിക്കു തരസാ നൽകിയിടിനാൻ. വിസ്മയിച്ചതാ നൃപൻ കന്യയെ മുനിവരൻ തനിക്കു നൽകിയിടിനാൻ. ധന്യനാം മുനിവരനാശ്രമം പൂക്കുവാണാൻ. അങ്ങോരു ദിനം സത്യവതിയും ഭർത്താവിനെ വന്ദിച്ചു ജനനിക്കു തനിക്കു പുത്രാർത്ഥമായി ഭക്തിയോടപേക്ഷിച്ച നേരത്ത് മുനിവരൻ ചിത്തമോദേന 2 പിണ്ഡങ്ങൾ നൽകിച്ചൊന്നാൻ. ഓരോരോ പിണ്ഡം നിങ്ങൾ മാറാതെ ഭുജിച്ചാലും ഭാരതിൽ പ്രസിദ്ധരാം പുത്രന്മാരുണ്ടാമതിൽ. പുത്രിതൻ പിണ്ഡമേറ്റം മുഖ്യമെന്നോർത്തു നിജ പുത്രിയോടതു വാങ്ങി ഭുജിച്ചു ജനനിയും. മാതാവിൻ പിണ്ഡമതു പുത്രിയും ഭുജിച്ചിതു. ചേതസാ മുനിവരനറിഞ്ഞു ചൊല്ലിടിനാൻ. മന്ത്രപിണ്ഡങ്ങൾ മാറി ഭുജിക്ക നിമിത്തമായി സന്താപം വരും തവ ദൈവകൽപ്പിതമല്ലോ. ക്രൂരനായി വരും തവ നന്ദനറിഞ്ഞാലും ഭാര്യജേക്ഷണേ തവ സോദരൻ ബ്രഹ്മജ്ഞനാം എന്നതു കേട്ടു ഭയപ്പെട്ടവൾ ഭർത്താവിനെ നന്നായി പ്രസാദിപ്പിച്ചേറ്റവും ഉപേക്ഷിച്ചാൽ. വ്യർത്ഥമായി വരാമമ മന്ത്രം ആകയാൽ തവ പുത്രനന്ദനൻ ക്ഷത്രാചാരനായി വരും നൂനം. അങ്ങനെ സത്യവതി തന്നെ തനയനായി മംഗലാത്മാ ജമദഗ്നിയുമുണ്ടായി വന്നു. മംഗലാത്മാ ജമദഗ്നിയുണ്ടായി വന്നു. ആകയാൽ ഭർത്തൃവാക്യം ലംഘിക്ക നിമിത്തമായി കൗശികീ നദിയായി വന്നിതു സത്യവതി. ഉത്തമൻ ജമദഗ്നി രേണുക തന്നെ വേട്ടും പുത്രന്മാർ വസുമനസാദികളുണ്ടായി വന്നും. രാമനെന്നൊരു പുത്രനുണ്ടായാനൊടുക്കത്തും കോമളഗാത്രനവൻ വാസുദേവാംശമത്രേ. സാഹസം പെരുത്തോരു കേകേയവംശമത്രേ. ആകവേ മുടിച്ചതും അവനറിഞ്ഞാലും ക്ഷത്രിയ വംശമെല്ലാം 7 വട്ടം രാമൻ കൃന്ദനം ചെയ്തു ഭൂമി ഭാരവും തീർത്തിടിനാൻ. അന്നേരം പരീക്ഷിച്ചു ചോദിച്ചു മുനിയോടും മന്നവന്മാരെ രാമൻ കൊൽവതിനെന്തു മൂലം വിസ്തരിച്ചരുൾ ചെയ്യുക വേണമെന്നതു കേട്ട് ചിത്തമോദേന മുനിശ്രേഷ്ഠനും അരുൾ ചെയ്താന്. കാർത്തവീര്യാർജുനനാം ഹേഹേയനരാധിപൻ ആസ്തയായി പണ്ടു ദത്താത്രേയനാമുനീയും സേവിച്ചാൽ കേശവാംശനാകിയ മുനിവരൻ. പാപശുദ്ധിയെ കണ്ടു തെളിഞ്ഞു വരം നൽകി 1000 കരങ്ങളും
അഷ്ടൈശ്വര്യങ്ങൾ വരമായസും വീരശൗര്യാവിത്താദി ഗുണങ്ങളും എന്നിവ വേണ്ടും വരമൊക്കവേ ലഭിക്കയാൽ മന്നവൻ മതമത്തനായി സഞ്ചരിക്കുമ്പോൾ നിർമ്മലയായിടിന നർമ്മദാ നദി തന്നിൽ നിർമ്മലഗാത്രിമാരാം കാന്തന്മാരോടുകൂടി ഹസ്തങ്ങൾ കൊണ്ടു സേതു ബന്ധിച്ചു ജലക്രീഡായി മത്തനായി മരുവുന്ന നേരത്തു ദശാനനൻ ചെന്നും നർമ്മദാതീരെ വസിക്കും നേരത്തിങ്കൽ മന്നവൻ ജലക്രീഡ ചെയ്തുടൻ കരേറിനാൻ ഭൂപതി കരം കൊണ്ടു തടുത്ത ജലം വന്നും പാപിയാം ദശാനനൻ തന്നെയും മുക്കിയിടിനാൻ കോപേന ദശാനനൻ വാർത്തകൾ അറിഞ്ഞപ്പോൾ ഭൂപതിയോടു ചെന്നു യുദ്ധവും തുടങ്ങിനാൻ നീലക്കാർവേണിമാർകൾ കാൺകവേ നരപതി ലീലയായി രാവണനെ ബന്ധിച്ചു വശങ്ങളാൽ കൊണ്ടുപോയി കാരാഗ്രഹേ വച്ചതും പല കാലം കണ്ടകൻ തന്നെ കൊണ്ടു ഗമിച്ചു പുലസ്ത്യനും പിന്നെ അങ്ങൊരു ദിനം ഭൂപതി നായാട്ടിനായി ചെന്നിതു ജമദഗ്നി വാഴുന്ന വനം തന്നിൽ ആശ്രമ സമീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി ശാശ്വതധർമ്മമോർത്തു പൂജിച്ചാൻ നരേന്ദ്രനെയും മാമുനി ഹോമധേനു തന്നെ മേലിൽ നിന്നും കാമിത പദാർത്ഥങ്ങൾ ഒക്കവേ പുറപ്പെട്ടും സ്വർഗതുല്യമായി വന്നു കാനനം അതു നേരം അഗ്രേ ഭോജനങ്ങളും എത്രയും ചിത്രം സ്വൈര്യമായി ഭോജനവും കഴിച്ചു നരപതി പോരുമ്പോൾ നിജകൃതി ചിന്തിച്ചാൽ വിധിവലാൽ ചിത്രമെത്രയും ഹോമധേനുവിൻ മഹത്വങ്ങൾ ഇത്തരം ഉള്ള പശുരത്നമിങ്ങടങ്ങേണം എന്നു ചിന്തിച്ചു ദൂതന്മാരെയും നിയോഗിച്ചും ചെന്നവർ പശു തന്നെ പിടിച്ചു വത്സത്തോടും വേഗേന കൊണ്ടുപോന്നു നൃപനു നൽകിയിടിനാർ ആഗമിച്ചിതു രാമനാശ്രമമതു നേരം വാർത്തകൾ കേട്ടു കോപിച്ചപ്പോഴേ പുറപ്പെട്ടും തീർത്തോരു പരശുവും എടുത്തു നടകൊണ്ടാൻ ചെന്നുടൻ മാഗിഷ്മതി പൂക്കിതു കണ്ട നേരം മന്നവൻ പുറപ്പെട്ടു സങ്കരം തുടങ്ങിനാന് ഹസ്ത്യാശ്വരദാദിയ സൈന്യങ്ങളെല്ലാം രാമൻ എത്രയും വേഗത്തോടെ കൊന്നൊടുക്കിനാൻ 17 അക്ഷൗഹിണിപ്പടയും നശിച്ചപ്പോൾ അതികോപേന പുറപ്പെട്ടിതു കാർത്തവീര്യൻ
പിന്നെയുണ്ടായ യുദ്ധമെങ്ങനെ ചൊല്ലുന്നു ഞാൻ. മന്നവൻ തന്നെ രാമൻ വധിച്ചാൻ ജിതശ്രമം. ശേഷിച്ച സൈന്യങ്ങളും ഒക്കവേ കൊന്നു രാമൻ. ശോഷിച്ചു പശുവിനെ കൊണ്ടെങ്ങു പോന്നിടിനാൻ. വൃത്താന്തം കേട്ടു ജമദഗ്നിയും ചൊല്ലിടിനാൻ. എത്രയും പാപം വന്നു നിനക്കു കുമാരക. ഭൂപതി തന്നെ കൊന്നാൽ പാപമുണ്ട് അറിയ നീ. ഭൂപതിയാകുന്നതും സർവദേവാംശമല്ലോ. ക്ഷമയാ മുനിജനം പൂജ്യരായി വരുന്നതും ക്ഷമയെന്നിയേ വിഷ്ണു സന്തോഷിക്കയുമില്ല. ആകയാൽ പ്രായശ്ചിത്തം ചെയ്യണമതിന്നു നീ. പോകേണമതിനായി തീർത്ഥങ്ങളാടിയിടുവാൻ. താതഭാഷിതം കേട്ടു രാമനും പുറപ്പെട്ടും. ചേതസീ വിഷ്ണുപദധ്യാനേന നടകൊണ്ടാൻ തീർത്ഥസേവയും ചെയ്തു പാപവും നശിപ്പിച്ചങ്ങ് ആസ്തയായി. വത്സരാന്തേ സ്വശ്രമം പോക്കിടിനാൻ. അന്നൊരു ദിനം ജലം കൊണ്ടെങ്ങു പോന്നിടുവാൻ. സുന്ദരി രേണുകയും ഗംഗതൻ തീരം പൂക്കാള്. അന്നേരം ചിത്രരഥനാകിയ ഗന്ധർവേന്ദ്രൻ സുന്ദരൻ സുന്ദരിമാരൊന്നിച്ചു ജലമധ്യേ ആനന്ദത്തോട് ക്രീഡിക്കുന്നതു കണ്ടവൾക്കു മാനസം ഗന്ധർവനിൽ ചെറ്റു ചെന്നതുമൂലം ഹോമവേലയും മറന്ന് ആദരാല് ഗന്ധർവനെയും കാമിനി ചെറ്റുനേരം നോക്കി നിന്നിതു തഥാ. കഷ്ടമെന്നോർത്തു ഭർത്തുശാപശങ്കിതയായി പെട്ടെന്നു ജലവും കൊണ്ടാശ്രമം പൊക്കിടിനാള്. വൃത്താന്തമറിഞ്ഞാശു കോപിച്ചു ജമദഗ്നി പുത്രന്മാരോട് മാതൃവധത്തിനായി ആജ്ഞാപിച്ചാൻ. ആരുമേ ചെയ്യായയാൽ രാമനെ നിയോഗിച്ചാൻ. സാരനാരാമൻ പിതൃഗൗരവം നിനച്ചുടൻ മാതാവിനോടുകൂടെ ഭ്രാതാക്കന്മാരെയും കൊന്നാന്. പ്രീതനായി മുനിവരം വരിക്കുന്നുരച്ചപ്പോൾ വധിച്ച ജനമിപ്പോൾ വൈകാതെ ജീവിക്കേണം. വധിച്ച വാർത്തയാർക്കും മനസ്സിൽ തോന്നിയിടില്ല എന്നു ചൊല്ലിയ നേരം അങ്ങനെ തന്നെ മുനി ചൊന്നൊരു നേരം എഴുന്നേറ്റിതങ്ങ് എല്ലാവരും നിദ്ര ചെയ്തുണർന്നതുപോലെ അങ്ങെല്ലാവരും വിദ്രുതം മുനിവരവാദങ്ങൾ വണങ്ങിനാൻ. ഹരേ ഹരിയോ. അടുത്ത ഭാഗം നാളെ.